ബലാത്സംഗ കേസ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി അതിജീവിതയെ കക്ഷി ചേർത്തു. മുൻകൂർ ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട അതിജീവിത മറുപടി സത്യവാങ്മൂലം നൽകും. ഇതിനായി കോടതി 2 ആഴ്ചത്തെ സമയവും നൽകിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി കോടതി ഈ മാസം 21 വരെ നീട്ടി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത അതിജീവിത കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. പ്രതിയുടെ അടുപ്പക്കാരിൽ നിന്ന് തുടർച്ചയായ അധിക്ഷേപവും ഭീഷണിയും ഉണ്ടാകുന്നുണ്ടെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കും മുൻപ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നും അതിജീവിത കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അതിജീവിതയ്ക്ക് കക്ഷി ചേരാൻ അനുമതി നൽകുകയായിരുന്നു. മുൻകൂർ ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് മറുപടി സത്യവാങ്മൂലം നൽകുമെന്ന് അതിജീവിത കോടതി അറിയിച്ചു. തുടർന്ന് മറുപടി സത്യവാങ്മൂലം നൽകുന്നതിനായി കോടതി 2 ആഴ്ച സമയം അനുവദിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി കോടതി ഈ മാസം 21 വരെ നീട്ടി. ബലാത്സംഗ കേസിൽ രാഹുൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് നിരീക്ഷിച്ചായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയത്. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതിന് തെളിവുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി ശരിവച്ചിരുന്നു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയ സാഹചര്യത്തിലായിരുന്നു മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും താൻ നിരപരാധിയാണെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം. കൈരളി ന്യൂസ്, കൊച്ചി.